ഇന്ന് നാം നോക്കുവാൻ പോകുന്നത് പ്രഭാഷകൻ 34 അധ്യായത്തിലെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ്. ലോഗോസ് ക്വിസ് 2024 നമുക്ക് പഠിക്കുവാനുള്ള ഭാഗമാണ് പ്രഭാഷകൻ 34 അധ്യായം മുതൽ 40 അധ്യായം വരെയുള്ള ഭാഗങ്ങൾ. ഇതിൻ്റെ രൂപതാതല പരീക്ഷ സെപ്റ്റംബർ മാസമാണ് നടക്കുന്നത്. നമുക്കിന്നു മുതൽ ഇതിലെ ഭാഗങ്ങൾ പഠിച്ചു തുടങ്ങാം. തുടർച്ചയായി ഞാൻ ഇതിൽ ചോദ്യവും ഉത്തരവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചോദ്യം 1. വ്യർത്ഥവും നിരർത്ഥകവുമായ പ്രതീക്ഷകൾ ആരുടേതാണ്? വ്യർത്ഥവും നിരർത്ഥകവുമായ പ്രതീക്ഷകൾ ആരുടേതാണ്? ഉത്തരം അവിവേകിയുടെ. ചോദ്യം 2. ഫോഷന്മാർക്ക് എന്താണ് ചിറക് നൽകുന്നത്? ഫോഷന്മാർക്ക് എന്താണ് ചിറക് നൽകുന്നത്? പ്രഭാഷകൻ 34:1. ഉത്തരം സ്വപ്നങ്ങൾ. ഫോഷന്മാർക്ക് ചിറക് നൽകുന്നത് സ്വപ്നങ്ങൾ. ചോദ്യം 3. നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയും ആരെ ആശ്രയിക്കുന്നവരെ പറ്റിയാണ് പ്രഭാഷകൻ 34:2 പറയുന്നത്? നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയും ആരെ ആശ്രയിക്കുന്നവരെ പറ്റിയാണ് പ്രഭാഷകൻ 34:2 പറയുന്നത്? ഉത്തരം സ്വപ്നങ്ങളെ. ചോദ്യം 4. സ്വപ്നത്തിലെ ദർശനം എന്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ് എന്നാണ് പറയുന്നത്? സ്വപ്നത്തിലെ ദർശനം എന്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ്? ഉത്തരം യഥാർത്ഥ മുഖത്തിൻ്റെ. സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ്. ചോദ്യം 5. പ്രഭാഷകൻ 34:5 2 വിപരീത പദങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. പ്രഭാഷകൻ 34:4 2 വിപരീത പദങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഏതൊക്കെ? 1. അശുദ്ധി, അസത്യം. അതിൻ്റെ ഉത്തരം അശുദ്ധി, അസത്യം. ഇവിടെ പറയുന്നുണ്ട് അശുദ്ധിയിൽ നിന്നും ശുദ്ധി ഉണ്ടാകുമോ എന്നും അസത്യത്തിൽ നിന്നും സത്യം ഉണ്ടാകുമോ എന്നും. അപ്പോൾ ആ 2 പദങ്ങൾ അശുദ്ധി, അസത്യം. ചോദ്യം 6. ശകുനം, നിമിത്തം, സ്വപ്നം എന്നിവ ആരുടെ ഭാവന പോലെ മിഥ്യയാണ് എന്നാണ് പറയുന്നത്? ശകുനം, നിമിത്തം, സ്വപ്നം എന്നിവ ആരുടെ ഭാവന പോലെ മിഥ്യയാണെന്നാണ് പറയുന്നത്? ഉത്തരം ഗർഭിണിയുടെ. ചോദ്യം 7. ശകുനം, നിമിത്തം, സ്വപ്നം എന്നിവയെ അവഗണിക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ശകുനം, നിമിത്തം, സ്വപ്നം എന്നിവയെ അവഗണിക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം അത്യുന്നതനിൽ നിന്നുള്ള ദർശനമില്ലെങ്കിൽ. അത്യുന്നതനിൽ നിന്നുള്ള ദർശനമില്ലെങ്കിൽ അതിനെ അവഗണിക്കാവുന്നതാണ്. ചോദ്യം 8. സത്യസന്ധമായ ചുണ്ടുകളിൽ പൂർണ്ണത ലഭിക്കുന്നത് എന്തിനാണ്? പ്രഭാഷകൻ 34:8 സത്യസന്ധമായ ചുണ്ടുകളിൽ പൂർണ്ണത ലഭിക്കുന്നത് എന്തിനാണ്? ഉത്തരം വിജ്ഞാനത്തിന്. ചോദ്യം 9. വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നുവെങ്കിൽ വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ്? വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നുവെങ്കിൽ വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ്? ഉത്തരം അനുഭവസമ്പന്നർ. ചോദ്യം 10. അനുഭവജ്ഞാനമില്ലാത്തവനെ എന്ത് കുറയുമെന്നാണ് പ്രഭാഷകൻ 34:10 പറയുന്നത്? അനുഭവജ്ഞാനമില്ലാത്തവന് എന്ത് കുറയുമെന്നാണ്? ഉത്തരം അറിവ്. ചോദ്യം 11. പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഗ്രഹിക്കുന്നത് എപ്പോഴാണ്? പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഗ്രഹിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം യാത്ര ചെയ്യുമ്പോൾ. ചോദ്യം 12. മാരകമായ അപകടങ്ങളിൽ പെടുമ്പോൾ എന്നെ രക്ഷിക്കുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ 34:12 പറയുന്നത്? മാരകമായ അപകടങ്ങളിൽ പെടുമ്പോൾ എന്നെ രക്ഷിക്കുന്നത് എന്താണ്? ഉത്തരം അനുഭവജ്ഞാനം രക്ഷിക്കുന്നു. ചോദ്യം 13. ആരുടെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് എന്ന് പ്രഭാഷകൻ 34:13 പറയുന്നത് ആരെ പറ്റിയാണ്? ആരുടെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് എന്ന് പ്രഭാഷകൻ 34:13 പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം ദൈവഭക്തനെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.